എല്ലാവർക്കും ഇമാനുവൽസ് വേൾഡിലെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു ക്യാമറയിലൂടെയാണ്. ആൻഡ് പ്രൊഫഷണൽ ക്യാമറാസ് വെച്ച് മാത്രമല്ല, നമുക്ക് നമ്മുടെ ഫോണിലുള്ള ക്യാമറാസ് വെച്ച് നമുക്ക് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാനായിട്ട് പറ്റും. പക്ഷെ എങ്ങനെയായിരിക്കുമല്ലേ നമ്മൾ റിയൽ ലൈഫിൽ കാണുന്ന ആ ഒരു സാധനം നമ്മുടെ ഫോണിൻ്റെ ഡിസ്പ്ലേയിൽ ആ ഒരു ക്യാമറ കാണിക്കുന്നത്? അല്ലെങ്കിൽ നമ്മളെ തന്നെ ഫോൺ എങ്ങനെയാണ് ആ ഒരു ഡിസ്പ്ലേയിലോട്ട് ക്യാപ്ചർ ചെയ്യുന്നത്? ഫോണിൻ്റെ ക്യാമറ എങ്ങനെയാണ് ക്യാപ്ചർ ചെയ്യുന്നത്? ചുരുക്കി പറഞ്ഞാൽ ഒരു ക്യാമറ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ഈ വീഡിയോ ബോറാക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നില്ല. മാക്സിമം ഇൻട്രസ്റ്റിംഗ് ആക്കാനായിട്ടാണ് ഞാൻ നോക്കുന്നത്. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. അപ്പോൾ നിങ്ങളിപ്പോൾ ക്യാമറേനെ ഒരു കുഞ്ഞ് ലൈറ്റ് ബോക്സ് ആയിട്ട് വിചാരിക്കുക. ആ ഒരു ലൈറ്റ് ബോക്സ് എന്ന് പറയുന്നത് ഒരു ഇരുണ്ട മുറി, ഒരു ഡാർക്ക് റൂമായിട്ട് നിങ്ങൾ വീണ്ടും സങ്കല്പിക്കുക. സോ ആ ഒരു ഡാർക്ക് റൂമിനുള്ളിൽ ഒരു ചെറിയൊരു ഹോൾ വീഴുകയാണെങ്കിൽ പുറത്തുള്ള ലൈറ്റ് എല്ലാം കൂടി ആ ഡാർക്ക് റൂമിലോട്ട് എൻ്റർ ആവും. ആ ഒരു കുഞ്ഞ് ഹോളിനെ നമുക്ക് അപ്പർച്ചർ എന്ന് വിളിക്കാം. ആ ഒരു ഹോള് എത്രത്തോളം വലുതാവുന്നോ അത്രത്തോളം ലൈറ്റ് ക്യാമറയുടെ ഉള്ളിലോട്ട് കയറും. പക്ഷെ കുറേ ലൈറ്റ് എൻ്റർ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഫോട്ടോസ് ഓവർ എക്സ്പോസ്ഡ് ആയി പോകും ആൻഡ് ഒരു വാസ്റ്റ് ഔട്ട് ഇമേജ് ആയി പോകും. കാണാൻ ഒരു ഭംഗി ഉണ്ടാവില്ല. നേരെ മറിച്ച് വളരെ കുറവ് ലൈറ്റ് മാത്രമാണ് അതോട് ചെല്ലുന്നതെങ്കിൽ നമ്മുടെ ഫോട്ടോസ് വളരെയധികം ഇരുണ്ടു പോകും. സോ നിങ്ങളെയും അതുപോലെ നിങ്ങൾ വെക്കുന്ന സെറ്റിങ്സും അനുസരിച്ചിരിക്കും നിങ്ങളുടെ ഫോട്ടോസിൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്നത്. അടുത്ത ക്യാമറയിലുള്ള ഒരു കോമ്പൗണ്ടാണ് ഷട്ടർ. ഈ ഒരു ഷട്ടറിനെ നിങ്ങൾ അടയ്ക്കാനും തുറക്കാനും പറ്റുന്ന ഒരു കട്ടനായി സങ്കല്പിക്കുക. ആ ഒരു കട്ടൺ എത്രത്തോളം സമയമാണ് ഓപ്പൺ ആയി നിൽക്കുന്നത് എന്നതിനെയാണ് നമ്മൾ ഷട്ടർ സ്പീഡ് എന്ന് വിളിക്കുന്നത്. സോ നമ്മൾ നമ്മുടെ ക്യാമറയിൽ ഷട്ടർ സ്പീഡ് അങ്ങ് കൂട്ടിയിടുകയാണെങ്കിൽ ഓരോ മില്ലി സെക്കൻഡിലുമുള്ള മൂവ്മെന്റ്സും ക്യാമറ ക്യാപ്ചർ ചെയ്യും. ലൈക്ക് ഇപ്പോൾ നിങ്ങൾ ഫാസ്റ്റ് മൂവിംഗ് ആയിട്ടുള്ള ഒബ്ജക്ട്സ് ഒക്കെ ക്യാപ്ചർ ചെയ്ത് നോക്കുകയാണെങ്കിൽ അതുപോലെ ക്രിസ്പും അതുപോലെ ക്ലാരിറ്റിയോടും കൂടെ നിങ്ങൾക്ക് കിട്ടും. പക്ഷേ ഷട്ടർ സ്പീഡ് കുറച്ചിട്ടാൽ കൂടുതൽ ലൈറ്റ് അകത്തോട്ട് കയറും എങ്കിലും നമ്മുടെ കൈ ചെറുതായിട്ടൊന്ന് ഷേക്ക് ആയാലോ അല്ലെങ്കിൽ നമ്മുടെ സബ്ജക്റ്റ് ചെറുതായിട്ടൊന്ന് മൂവ് ആവുകയും ചെയ്താലോ ചെറിയൊരു മോഷൻ ബ്ലർ നമുക്ക് അവിടെ കാണാനായിട്ട് പറ്റും. കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആക്കാനായിട്ട് നമുക്ക് ഇനി കുറച്ചും കൂടി പുറകോട്ട് ചിന്തിക്കാം. അതായത് പണ്ട് കാലത്ത് നമ്മൾ ക്യാമറ ഉപയോഗിച്ചിരുന്നത് എങ്ങനെയാണ്? പണ്ടത്തേക്ക് ലൈറ്റ് സെൻസിറ്റീവ് സർഫസ് എന്ന് പറയുന്ന ഒരു കെമിക്കൽ ഫിലിം ആയിരുന്നു. ലൈറ്റ് ആ ഒരു ഫിലിമിലോട്ട് തട്ടുന്ന സമയത്ത് ഒരു കെമിക്കൽ റിയാക്ഷൻ അവിടെ നടക്കും. ആൻഡ് നിങ്ങൾക്ക് ആ ഒരു ഇമേജ് കാണണമെങ്കിൽ നിങ്ങൾ ഡാർക്ക് റൂമിൽ പോയി അത് ആദ്യമേ ഡെവലപ്പ് ചെയ്തെടുക്കണമായിരുന്നു. ഇൻട്രസ്റ്റിംഗ് ആണെങ്കിലും വളരെ മെസ്സി ആയിട്ടുള്ള ഒരു പ്രോസസ് ആയിരുന്നു. പിന്നെയായിരുന്നു ഡിജിറ്റൽ റെവല്യൂഷൻ. അന്നത്തെ ഫിലിമിന് പകരം നമ്മൾ ഇപ്പോൾ ഉപയോഗിക്കുന്ന ഒരു ഡിജിറ്റൽ സെൻസറാണ്. ആൻഡ് ഈ ഒരു സെൻസർ ഉണ്ടാക്കിയിരിക്കുന്നത് കുഞ്ഞി സ്ക്വയർസ്, അതായത് പിക്സൽസ് വെച്ചിട്ടാണ്. ലൈറ്റ് ആ ഒരു പിക്സലിലോട്ട് തട്ടുന്ന സമയത്ത് അവിടെ ഒരു ഇലക്ട്രിക്കൽ ചാർജ് ജനറേറ്റ് ആവും. ആ ഒരു ലൈറ്റ് എത്രത്തോളം ബ്രൈറ്റ് ആവുന്നോ അത്രത്തോളം വലുതായിരിക്കും ആ ഒരു ചാർജ്. ആൻഡ് നിങ്ങളുടെ ക്യാമറയ്ക്കകത്തുള്ള പ്രോസസ്സറെല്ലാം ആ ഒരു ചാർജസിനെ എല്ലാം മെഷർ ചെയ്തിട്ട് അതിനൊരു ന്യൂമറിക്കൽ വാല്യൂയിലോട്ട് കൺവേർട്ട് ചെയ്യും. ആൻഡ് ഈ ഒരു വാല്യൂസിനെല്ലാം മെഷർ ചെയ്തിട്ടാണ് അതിനൊരു ഇമേജ് ഫയലാക്കി മാറ്റുന്നത്. ലൈക്ക് ഇപ്പോൾ JPG അല്ലെങ്കിൽ റോ ഫയൽ എന്നൊക്കെ നമ്മൾ വിളിക്കാറില്ലേ, അതുപോലെ. ഓക്കെ, നമ്മൾ ഇത്ര നേരം സംസാരിച്ച് പ്രൊഫഷണൽ ക്യാമറാസിനെ പറ്റിയാണ്. പക്ഷേ നമ്മുടെ ഫോണിലുള്ള ക്യാമറയും ഇത് സെയിം ആണ്. നമ്മൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം, അതായത് ഷട്ടർ സ്പീഡ് അതുപോലെ തന്നെ സെൻസർ, ഇതെല്ലാം ഫോണിനകത്തും ഉണ്ട്. പക്ഷെ അതെല്ലാം കുഞ്ഞാക്കി എന്ന് മാത്രം. ഡിസ്റ്റോർഷൻസ് ഒക്കെ കറക്റ്റ് ചെയ്യാൻ വേണ്ടി കുഞ്ഞു ഗ്ലാസ് എലമെന്റ്സ് ഒക്കെ ആയിരിക്കും അതിനുള്ള ഉണ്ടാവുക. ആൻഡ് സെൻസർ എന്ന് പറയുന്നത് വളരെ വളരെ ചെറുതായിരിക്കും. അതുകൊണ്ടാണ് നോർമൽ ക്യാമറസിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഫോണിലുള്ള ക്യാമറയ്ക്ക് അത്ര ഒരു ലൈറ്റ് ക്യാപ്ചർ ചെയ്യാൻ പറ്റാത്തത്. അതുകൊണ്ടാണ് ലോ ലൈറ്റ് ഉള്ള സമയത്ത് ഫോണുകളെല്ലാം തന്നെ സ്ട്രഗിൾ ചെയ്യുന്നത്. പക്ഷേ അവിടെയാണ് സോഫ്റ്റ്വെയറിന്റെ കളി. നിങ്ങൾ ഫോണിനകത്തുള്ള ഷട്ടർ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അതൊരൊറ്റ ഫോട്ടോ മാത്രമല്ല എടുക്കുന്നത്, കുറേ അധികം ഫോട്ടോസ് എടുക്കുന്നുണ്ട്. അതിനുശേഷം നിങ്ങളുടെ ഫോണിനകത്തുള്ള പ്രോസസ്സർ അതിനെല്ലാം കമ്പൈൻ ചെയ്യും. അതായത് ഏതാണ് ബെസ്റ്റ് ആയിട്ടുള്ള എക്സ്പോഷർ ഉള്ളത്, ലൈറ്റിംഗ് ഒക്കെ ഏതിലാണുള്ളത് എന്നൊക്കെ നോക്കി അതിനെല്ലാം കമ്പൈൻ ചെയ്ത് ഒരു ഒറ്റ ഫോട്ടോ ആക്കി മാറ്റും. സോ ആ ഒരു ഇമേജ് എന്ന് പറയുന്നത് അത്യാവശ്യം പെർഫെക്റ്റ് ആയിരിക്കും. സോ ഫോണിനകത്ത് ഒരു സോഫ്റ്റ്വെയർ ഉള്ളത് കൊണ്ട് ഫോണിനകത്തുള്ള ക്യാമറയിലുള്ള ലിമിറ്റേഷൻസ് അത് ചെറുതായിട്ടൊക്കെ നികത്തുന്നുണ്ട്. സോ അത്രേ ഉള്ളൂ. ഈ ഒരു വീഡിയോ വഴി നിങ്ങൾക്ക് ക്യാമറയെ പറ്റി അത്യാവശ്യം നന്നായിട്ട് തന്നെ മനസ്സിലാക്കാൻ പറ്റിയെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. സോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഡെഫിനറ്റ്ലി വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. നമുക്ക് അടുത്ത വീഡിയോ കാണാം. അതുവരേക്കും ഗുഡ് ബൈ.